ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ വ്യാഴാഴ്ചകളിൽ നമ്മൾ ഹോളിസ്റ്റിക് ഹെൽത്തുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇന്നത്തെ ഹോളിസ്റ്റിക് ഹെൽത്ത് പാർട്ടില് സ്വല്പം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എങ്ങനെയാണ് കഴിക്കുന്നത്, എപ്പോഴാണ് കഴിക്കുന്നത്, ഇതൊന്നും ശ്രദ്ധിക്കാതെയാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാം. സൗകര്യം കിട്ടുമ്പോഴൊക്കെ ഭക്ഷണം കഴിക്കുന്ന ഒരു ട്രെൻഡാണ് നമുക്ക്. അപ്പൊ ആ ട്രെൻഡിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് തീർച്ചയായിട്ടും സെൻസാറിൽ നിന്ന് കേൾക്കാം. എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം സെൻസാറിയും. സെൻസാർ താങ്ക് യു സാബു സർ. കഴിഞ്ഞ ദിവസം എടുത്ത സെഷന്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ സെഷൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടെന്തായിരുന്നു, എന്താണ് കഴിക്കേണ്ടത് അല്ലെ? അപ്പൊ എന്താണ് കഴിക്കേണ്ടതെന്ന് മാത്രം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്നതൊക്കെ ശരിയായി എന്നില്ലല്ലോ. അതുകൊണ്ട് അതിനെപ്പറ്റി കുറച്ചുകൂടി ഡെപ്തിൽ അന്ന് തന്നെ കുറച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും കുറച്ചുകൂടി ഡെപ്തിൽ അത് സംസാരിക്കേണ്ടത് ഒരു ആവശ്യമുണ്ടെന്ന് തോന്നി. അപ്പൊ അതാണ് ഇന്നത്തെ സെഷൻ വരാനുള്ള കാരണം. എന്നാൽ തന്നെ ഈ ഒരു സെഷനിൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡെപ്തിൽ ഒരുപാട് കാര്യങ്ങളുള്ള സെഷൻ വേണ്ടിയിരുന്നു. അപ്പൊ അത് ഞാൻ കംപ്രസ് ചെയ്തിട്ട് ഒരു എന്താ പറയാ ചുരുക്ക പട്ടിക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു രീതിയിലാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് അതിനുശേഷം വേണമെങ്കിൽ വീണ്ടും ഇതേ ഒരു ടോപ്പിക്ക് സംസാരിക്കാൻ പറ്റുന്നതാണ്. അതല്ലെങ്കിൽ ഇന്ന് തന്നെ ഡിസ്കഷനിലും സംസാരിക്കാം. സോ സ്ക്രീൻ ഷെയറിലേക്ക് പോവാം. സ്ക്രീൻ കാണാലോ അല്ലേ? ഓക്കെ സാർ. ഓക്കെ. ഓക്കെ, സോ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് എന്തായിരുന്നു? യു ആർ വാട്ട് യു ഈറ്റ്. നിങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നോക്കിയിട്ട് വേണം നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ, അല്ലെ? സോ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം എന്താണെന്നുള്ളതിനേക്കാൾ അത്ര തന്നെ ഇമ്പോർട്ടൻസോട് കൂടിയിട്ട് നമ്മൾ അറിയേണ്ട മറ്റൊരു വസ്തുതയുണ്ട്. അതിന്റെ പേരാണ് നിങ്ങൾ എപ്പോഴാണ് കഴിക്കുന്നത്, അതും എങ്ങനെയാണ് കഴിക്കുന്നത് എന്നത്. ഈ രണ്ട് കാര്യങ്ങൾ കൂടി, ഇത് കൂടാതെ പിന്നെയും വരുന്നുണ്ട് ഹൗ മച്ച് യു ഈറ്റ്, നിങ്ങൾ എത്രത്തോളം കഴിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കുറേ വരുന്നുണ്ട്. ബട്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാട്ട് യു ഈറ്റ്, വെൻ യു ഈറ്റ് ആൻഡ് ഹൗ യു ഈറ്റ്, ഈ മൂന്ന് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അതിൽ കഴിഞ്ഞ ദിവസം സംസാരിച്ച് തുടങ്ങിയത്, അല്ലെങ്കിൽ ഇടയിൽ വെച്ച് നമുക്ക് പ്രോട്ടീനെ പറ്റി കുറെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടി വരും, അല്ലെ? ആ പ്രോട്ടീന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, എന്തൊക്കെയാണ് പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് പ്രോട്ടീൻ ക്വാളിറ്റി ഉള്ളതായിരിക്കണം. അതുപോലെ തന്നെ പ്രോട്ടീൻ എപ്പോഴാണ് കഴിക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഒരു ദിവസത്തെ ഭക്ഷണത്തിൽ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, പ്രോട്ടീൻ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് എന്നുള്ളത് കൂടി നമ്മൾ അറിയുന്നത് വളരെ നല്ലതാണ്. ഈ മൂന്ന് കാര്യങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? ഇല്ല. നമ്മുടെയൊക്കെ സാധാരണഗതിയിലുള്ള ഒരു പ്രാക്ടീസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലത്തെ സമയം പ്രോട്ടീൻ ഒന്നും അങ്ങനെ നോക്കാൻ സമയമില്ല. അതിന് പകരം നമുക്ക് വൈകുന്നേരം ആണെങ്കിൽ കുറച്ച് സമയം കൂടുതൽ കിട്ടും. അപ്പോ മോസ്റ്റ്ലി ഞായറാഴ്ചയൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ലീവ് ദിവസം ആണെങ്കിൽ ഉച്ചയ്ക്ക് തന്നെ കുറച്ച് പ്രോട്ടീൻ ഇൻടേക്ക് ഒക്കെ ഉണ്ടാവും. അതല്ലെങ്കിൽ പിന്നെ രാത്രിയിലേക്ക് ആ പ്രോട്ടീൻ ഇൻടേക്ക് മാറ്റി വയ്ക്കാറാണ് പതിവ്. എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് നമ്മൾ പ്രോട്ടീൻ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഓവറോൾ ഹെൽത്തിന് അത് വളരെ കൂടുതലായിട്ട് ഗുണം ചെയ്യും എന്നുള്ള ഒത്തിരി സ്റ്റഡീസ് ഉണ്ട്. അതിൽ തന്നെ കാരണം പ്രോട്ടീൻ നമ്മുടെ എന്താ ഹെഡ് ടു ടോ എന്ന് പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ അടിമുതൽ മുടി വരെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാം പ്രോട്ടീൻ കൊണ്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു അമിനോ ആസിഡിന്റെ കോമ്പിനേഷൻ ആണ് നമ്മളെങ്കിൽ, അമിനോ ആസിഡ് ഇല്ല നമ്മളില്ല. അപ്പൊ ഹെൽത്തി ആയിട്ടുള്ള നമ്മൾ ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒന്ന് ഒരു കംപ്ലീറ്റ് പ്രോട്ടീൻ ഗ്രൂപ്പ് ആണെങ്കിൽ, അത് പല സ്റ്റഡീസിലും പറയുന്നത് നമ്മുടെ മസിൽ മാസ്, അതുപോലെ തന്നെ ആ മസിൽ മാസ് എന്ന് പറയുന്നത് ജസ്റ്റ് അതിന്റെ അളവ് മാത്രമല്ല, ഈവൻ അതിന്റെ സ്ട്രെങ്ത് വെച്ചിട്ടും അത് വളരെ നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റ് സമയത്തുള്ള പ്രോട്ടീനാണ്. അതുപോലെ തന്നെ മെന്റൽ ഹെൽത്തിന്, അല്ലെങ്കിൽ നമ്മുടെ
കൂടുതൽ ബെനിഫിഷ്യൽ ആയിരിക്കുന്ന ഒരു സമയം ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് പ്രോട്ടീൻ കഴിക്കുമ്പോഴാണ്. അത് സ്റ്റേബിൾ ബ്ലഡ് ഗ്ലൂക്കോസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഒരു ഹയർ എനർജി ലെവൽ എപ്പോഴും മെന്റലി ബൂസ്റ്റ് ചെയ്ത് നിലനിർത്താൻ വേണ്ടിയിട്ടും ഫിസിക്കലി ആക്റ്റീവായി നിലനിർത്താൻ വേണ്ടിയിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിന് ഞാൻ പറഞ്ഞു ഓൾറെഡി ഒത്തിരി സ്റ്റഡീസ് നടന്നിട്ടുണ്ടെന്ന്. ഈ സ്റ്റഡീസിൽ പലതിലും ഗ്രാഫിക്കലും അല്ലാതെയും ഉള്ള എക്സ്പ്ലനേഷൻസിലൊക്കെ പറയുന്നത് അവർലി ബേസിസ് വരെ നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതും അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാണെന്ന് വിചാരിച്ചു, ആ സമയത്തും നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് ഇല്ലെങ്കിൽ പക്ഷെ പിന്നീട് അത് 2-3 മണിക്കൂറിന് ശേഷം ബ്ലഡ് ഗ്ലൂക്കോസ് ഓട്ടോമാറ്റിക്കലി ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു സാധ്യതയിലേക്കാണ് വരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് പോലും. അതാണ് സ്കിപ്പിംഗ് എപ്പോഴും നല്ലതല്ല എന്ന് പറയുന്നത്. നമ്മൾ കൈകൊണ്ട് ചെയ്യുന്ന സ്കിപ്പിംഗ് അല്ല, അവിടെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പരിപാടി പലപ്പോഴും നമുക്ക് ഗുണം ചെയ്യില്ല. അതിന് ഈ ഒരു എനർജി ബാലൻസുമായിട്ട് എങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാൻ പറ്റുന്നത്, നമ്മുടെ പെർഫോമൻസ് എനർജി ലെവൽ ഹൈ ഉണ്ടാവുന്ന സമയത്ത് എന്താണ്, ഒന്ന് ബ്രെയിൻ ആക്റ്റീവ് ആയിരിക്കും, അതിന്റെ ഒന്നിച്ച് തന്നെ നമ്മുടെ പെർഫോമൻസും അലേർട്ട്നെസ്സും നന്നായിരിക്കും. ഫിസിക്കൽ പെർഫോമൻസ് ആൻഡ് മെന്റൽ പെർഫോമൻസ്, ബെറ്റർ മൂഡ് ആൻഡ് പ്രൊഡക്ടിവിറ്റി. അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണം കഴിച്ചു എന്നുള്ള ഒരു സംതൃപ്തിയുടെ അനുഭവം നമുക്ക് തരുന്നതും, അതുപോലെ തന്നെ നമ്മൾ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കാതെ അല്ലെങ്കിൽ കലോറി ഇൻടേക്ക് നമ്മുടെ കൺട്രോളിലിരിക്കും എന്നുള്ളൊരു വസ്തുതയും കൂടി ഇവിടെ നമുക്ക് പോസിറ്റീവായിട്ട് കാണാൻ പറ്റും. അങ്ങനെ പ്രോട്ടീനിന്റെ ഒരു മൊത്തത്തിലുള്ള കോമ്പിനേഷൻ ബ്രേക്ക്ഫാസ്റ്റ് സമയത്താണെങ്കിൽ നമ്മുടെ മെന്റൽ ആൻഡ് ഫിസിക്കൽ ബൂസ്റ്റിന് വേണ്ടിയിട്ട് ആൻഡ് ബാലൻസിന് വേണ്ടിയിട്ട് വളരെ കൂടുതൽ ഹെൽപ്പ് ചെയ്യും. അതിൽ തന്നെ ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ് പ്രോട്ടീൻ, ഞാൻ പലപ്പോഴും സെഷനിലൊക്കെ പറയാറുണ്ട് പ്ലാന്റ് പ്രോട്ടീൻ ആണ് കൂടുതൽ ഉചിതമായതെന്ന്. അതിൽ തന്നെ ആ ഒരു സോയാബീൻ പ്രോട്ടീൻ ആണ് പൊതുവെ നമ്മൾ നോക്കുമ്പോൾ ഒരു കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് പറയാൻ പറ്റുന്നത്. കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ എസെൻഷ്യൽ അമിനോ ആസിഡും കണ്ടീഷണലി എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സും അതുപോലെ തന്നെ ഈവൻ നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സും ഒരു കോമ്പിനേഷനിൽ വരുമ്പോഴാണ് അതൊരു കംപ്ലീറ്റ് പ്രോട്ടീൻ ആവുക. ഈ സോയ പ്രോട്ടീൻ നമുക്ക് കൂടുതലായിട്ട് കഴിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ടെങ്കിൽ പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് വെറൈറ്റി ആയിട്ടുള്ള സെറിയൽസും ഗ്രെയിൻസും അതുപോലെ തന്നെ ലെഗ്യൂംസും ഒക്കെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം. ഈ സോയ പ്രോട്ടീൻ ഒരു കംപ്ലീറ്റ് പ്രോട്ടീൻ ആണ് എന്നുള്ളത് കൂടാതെ ഇതിന്റെ ഡൈജസ്റ്റബിലിറ്റി വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് സോയ ഐസോഫ്ലേവോൺസ് ഉള്ളത് കൊണ്ട് തന്നെ അത് വളരെ ബെനിഫിഷ്യൽ ആണ്. പ്ലാന്റ് ഫൈറ്റോ ന്യൂട്രിയൻസ് ആണ്. ലാക്ടോസ് ഫ്രീ ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ആയിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം. കാരണം പാലിൽ പൊതുവെ ലാക്ടോസ് വരുന്നതുകൊണ്ട് ലാക്ടോസ് അലർജിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി ഉള്ള ആൾക്കാർക്ക് അത് വളരെ ഗുണം ചെയ്യില്ല. അതുപോലെ തന്നെ സാച്ചുറേറ്റഡ് ഫാറ്റും കൊളസ്ട്രോളും ഇതിൽ കുറവാണ്. നേരത്തെ പറഞ്ഞ മിൽക്ക് പ്രോട്ടീൻ എടുത്തു കഴിഞ്ഞാൽ പൊതുവെ അതിൻ്റെ ഒന്നിച്ച് സാച്ചുറേറ്റഡ് ഫാറ്റും കൊളസ്ട്രോളും ഒക്കെ കൂടാനും സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സാധ്യത ഇവിടെ ഇല്ല. ഇത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളെയും അല്ലെങ്കിൽ പല സിസ്റ്റംസിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ, അതിന്റെ ആരോഗ്യത്തിന് ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ, ഹേർട്ട് ഹെൽത്തിനായിക്കോട്ടെ, ബോൺ ഹെൽത്ത് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ ടോട്ടൽ എനർജി ബൂസ്റ്റിംഗ് വരുന്ന മെറ്റബോളിസം ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അങ്ങനെ ഒരു മെറ്റബോളിക് ഹെൽത്തും ഈവൻ വെയിറ്റ് മാനേജ്മെന്റും ഒക്കെ നമുക്ക് ഈ സോയ പ്രോട്ടീൻ കൊണ്ട് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. അടുത്തതായിട്ട് നമുക്ക് ആ മാക്രോ ന്യൂട്രിയൻസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഫാറ്റിലേക്ക് പോവാം. നമ്മൾ നല്ല ബെനിഫിഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ആരോഗ്യകരമായിട്ടുള്ള കൊഴുപ്പുകൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കുള്ള പ്രധാനപ്പെട്ട ചില ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതും സ്റ്റഡീസ് വളരെ ക്ലിനിക്കൽ ആയിട്ടുള്ള സ്റ്റഡീസ് നടത്തിയതിനു ശേഷം ഉണ്ടായ അല്ലെങ്കിൽ ആരോഗ്യം ഉള്ള ആൾക്കാരിൽ നടത്തിയതിനു ശേഷം ഉണ്ടായ ചില സ്റ്റഡീസ് ആണ് ഇവിടെ ആദ്യം പറയുന്നത്. അതിൽ തന്നെ ട്രൈഗ്ലിസറൈഡ് ലെവൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്ത് ഫിഷ് ഓയിൽ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ട്രൈഗ്ലിസറൈഡ് ലെവൽ കുറയുകയാണ് ചെയ്യുന്നത്, സാച്ചുറേറ്റഡ് ഫാറ്റ് കുറയുകയാണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ കൊളസ്ട്രോൾ, ടോട്ടൽ കൊളസ്ട്രോൾ ലെവലും കുറയുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ഒപ്പം തന്നെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹുഫയും അല്ലെങ്കിൽ മോണോ അൺസാച്ചുറേറ്റഡും പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിന്റെയും അളവ് അവിടെ കുറയുന്നുണ്ട്. എന്നാൽ ഡിന്നർ സമയത്ത് കൂടുതലായിട്ട് ഫിഷ് ഓയിൽ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത്
ട്രൈഗ്ലിസറൈഡും സാച്ചുറേറ്റഡ് ഫാറ്റും വലിയ രീതിയിൽ അവിടെ വ്യത്യാസം വന്നിട്ടില്ലെങ്കിലും പുഫ മുഫ അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. ടോട്ടൽ കൊളസ്ട്രോളിന്റെ അളവ് അപ്പോഴും കുറയാണ്. സോ നോക്കിക്കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും രണ്ടും ഹെൽത്തി ഫാറ്റിനെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് അത് നമ്മുടെ ശരീരത്തിൽ അത് എങ്ങനെയൊക്കെയാണ് ബെനിഫിഷ്യൽ ആവുന്നത്? മെറ്റബോളിക് റേറ്റ് കൂട്ടുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒന്നിച്ച് തന്നെ എനർജി എക്സ്പെൻഡിച്ചർ കൂട്ടും. സാധാരണ നമ്മൾ എപ്പോഴും പറയുന്നത് എന്താണ്? കലോറി ഇൻ നമ്മൾ കൂടുതലായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെറ്റബോളിക് പ്രോബ്ലം വരും, അല്ലെങ്കിൽ ഡയബറ്റീസ് വരും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. എന്നാൽ അത് മാത്രമല്ല, ഇവിടെ എനർജി എക്സ്പെൻഡിച്ചർ, ചെലവാകുന്ന ഊർജത്തിന്റെ അളവ് കൂട്ടുകയാണ് ചെയ്യുന്നത്. ബെറ്റർ ന്യൂട്രിയന്റ് അബ്സോർപ്ഷൻ, നല്ല രീതിയിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലത്തെ പോഷകങ്ങൾ ആഗിരണം ചെയ്യപ്പെടും. ബൈൽ പ്രൊഡക്ഷൻ കൂടും. ബൈൽ പ്രൊഡക്ഷൻ കൂടുമ്പോഴെന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഫാറ്റിന്റെ മെറ്റബോളിസം, കൊഴുപ്പിന്റെ മെറ്റബോളിസം അല്ലെങ്കിൽ ഉപാപചയ പ്രവർത്തനം വളരെ നല്ല രീതിയിലാവും. ഈവൻ ന്യൂട്രിയൻ ഡിപ്ലീഷൻ അഥവാ ന്യൂട്രിയൻസ് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും ഈ ഹെൽത്തി ഫാറ്റ്സ് ഹെൽപ്പ് ചെയ്യും. ശരിക്കും omega-3, omega-6 ഇതുപോലെ രണ്ട് കൊഴുപ്പുകളെ പറ്റി നമ്മൾ പറയാറുണ്ട്. അതിൽ തന്നെ omega-3യിൽ ഹെൽത്തി ഫാറ്റിൽ 3 ഒമേഗകളെ പറ്റി നമ്മൾ സംസാരിക്കാറുണ്ട്. ഏതൊക്കെയാണ്? ALA, EPA ആൻഡ് DHA. ഇതിൽ ALA എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളെ ഒരുവിധം എണ്ണകളിലൊക്കെ കിട്ടുന്നത് കൊണ്ട്, സസ്യ എണ്ണകളിലൊക്കെ കിട്ടുന്നത് കൊണ്ട് തന്നെ കൂടുതലായിട്ടും EPA, DHA ആണ് കോൺസെൻട്രേറ്റ് ചെയ്ത് സംസാരിക്കാറ്. EPA, DHA ഐക്കോസപെന്റനോയിക് ആസിഡ് എന്നാണ് അതിന്റെ കംപ്ലീറ്റ്. ഓക്കെ, അതുപോലെ തന്നെ DHA. ഓക്കെ, ഈ EPA, DHA ഒരു ആളുടെ ശരീരത്തിൽ 24 hours എടുത്തു കഴിഞ്ഞാൽ അത് എപ്പോഴും ഒരുപോലെ നിൽക്കുന്നില്ല എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അത് രാവിലത്തെ സമയം കുറച്ച് പീക്കിലാണെങ്കിലും പിന്നീട് അത് സ്ലോ ആയിട്ട് മേ ബി ഒരു 6 മണി 7 മണി ആകുമ്പോഴേക്കും അത് കുറഞ്ഞു വന്നിട്ട് പിന്നീട് അത് പീക്കിലേക്ക് പോവാണ് ചെയ്യുക. അപ്പൊ രാവിലത്തെ സമയം ഇത് കുറയാൻ എന്താ കാരണം? EPA, DHAയുടെ യൂസ് നമ്മുടെ ശരീരം ചെയ്യുന്നത് രാത്രി കാലങ്ങളിൽ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു EPA രാവിലത്തെ സമയം നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ EPA, DHA റീപ്ലനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് omega-3 ഹെൽപ്പ് ചെയ്യും. രാവിലെ അത് റീപ്ലനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. എന്നാൽ അതുപോലെ തന്നെ ഈവനിങ് സമയത്തോ അത് പെട്ടെന്ന് താഴേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ഒമേഗ അല്ലെങ്കിൽ ഫിഷ് ഓയിൽ റിലേറ്റഡ് ആയിട്ടുള്ള സപ്ലിമെന്റ്സോ ഈവൻ ഫിഷ് ഓയിൽ തന്നെയോ നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഹെൽത്തി ഫാറ്റ് തന്നെ പലപ്പോഴും അൺഹെൽത്തി ആവുന്നത് എപ്പോഴാണ്? അതിന്റെ റീഹീറ്റിങ്ങും അതുപോലെ തന്നെ റിഫൈനിങ് പ്രോസസ്സും കൂടുതലാവുന്ന സമയത്താണ്. ഈ റീഹീറ്റിംഗ്, അൺഹീറ്റിംഗ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അത് ഇപ്പോ പപ്പടം കാച്ചിയ എണ്ണ എടുത്തിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും ഉണ്ടാക്കുക, അല്ലെങ്കിൽ പല രീതിയിൽ അത് എങ്ങനെ വേണമെങ്കിലും പറയാം. അതല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി ഭക്ഷണം വാങ്ങിച്ചു കഴിക്കുന്നതും ബുദ്ധിമുട്ടുണ്ടാക്കാം. അത് ടോക്സിൻസിന് കൂടുതൽ ചാൻസ് കൊടുക്കും. റിഫൈനിങ് പ്രോസസ് ഇൻഫ്ലമേഷൻസ് കൂട്ടുകയാണ് ചെയ്യുന്നത് ശരീരത്തിൽ. കാരണം അതിനകത്തുള്ള ഫൈബറും മറ്റ് ന്യൂട്രിയന്റും കണ്ടന്റുകളെ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹിഡൻ ഫാറ്റ്സിനെ പറ്റി കഴിഞ്ഞ സെഷനിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നതാണ്. ഹിഡൻ ഫാറ്റ്സ് നമ്മൾ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് അതിനെ റിമൂവ് ചെയ്യാൻ പറ്റൂ. ഹിഡൻ ഷുഗറും ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാലേ നമുക്കതിനെ, അല്ലെങ്കിൽ അത്തരം ഫുഡിനെ പറ്റി നമ്മൾ കോൺഷ്യസ് ആയിരിക്കും, അല്ലെ? അങ്ങനെ ഒരു ബോധപൂർവമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഒന്ന് അഡീഷണൽ ആയിട്ട് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന എന്താണ്? കുക്കിംഗ് ഓയിൽസ് റൊട്ടേറ്റ് ചെയ്യാം. ഒരേ തരത്തിലുള്ള ഓയിൽ മാത്രം ഉപയോഗിക്കുന്നതിന് പകരം പലതരത്തിലുള്ള ഓയിലുകൾ, അതൊരു പക്ഷെ ഒരു ദിവസം തന്നെ നമുക്ക് പല രീതിയിൽ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഒരു ലിറ്ററിന്റെ ഓയിൽ പാക്കറ്റ് തീർന്നു കഴിഞ്ഞാൽ വേറൊരു ടൈപ്പ് ഓഫ് ഓയിൽ വാങ്ങിച്ചു കൊണ്ടുവരാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് കുക്കിംഗ് ഓയിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത മാക്രോ ന്യൂട്രിയന്റ് എന്താണ്? കാർബോഹൈഡ്രേറ്റ്, അല്ലെ? കാർബോഹൈഡ്രേറ്റ് പൊതുവെ നമ്മൾ പറയാറുണ്ട്, എപ്പോഴൊക്കെ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിക്കുന്നോ അപ്പോഴൊക്കെ ബ്ലഡ് ഷുഗർ കൂടും എന്ന്, അല്ലെ? ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടാനുള്ള 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മുമ്പ് സംസാരിക്കാറുണ്ട്. ഗ്ലൈസമിക് ഇൻഡെക്സും ഗ്ലൈസമിക് ലോഡും. അതിൽ തന്നെ ഈ ഗ്ലൈസമിക് ഇൻഡെക്സ് വെച്ചിട്ടുള്ള ഒരു ചെറിയ
സെനാരിയോ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ നമ്മൾ ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സോട് കൂടിയിട്ടുള്ള ഒരു ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ അരമണിക്കൂർ 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഹൈ ആയിട്ട് നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് കൂടുതലായിട്ട് പിന്നെ അത് പെട്ടെന്ന് കുറഞ്ഞു പോകും. ഈവൻ അത് നമുക്ക് ആവശ്യത്തിൽ കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. വിത്തിൻ 2 hours തന്നെ വളരെ കുറഞ്ഞു പോകും. അതേ സമയത്ത് ലോ GI വാല്യൂ ഉള്ള ഐറ്റംസ് ആണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ അത്തരം കാർബോഹൈഡ്രേറ്റുകളിൽ അത്രയും സഡൻ ബൂസ്റ്റും വരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള ഒരു ഡൈജഷൻ അബ്സോർപ്ഷനിലേക്കാണ് പോകുന്നത്. ബ്ലഡ് ഗ്ലൂക്കോസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശരീരത്തിന് സാധിക്കുകയും ചെയ്യും. ഇതിൽ ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പച്ചരി അല്ലെ, പച്ചരി കൊണ്ടുള്ള സാധനങ്ങൾ നമ്മൾ വളരെ ഹെൽത്തി ആയിട്ട് അല്ലെങ്കിൽ വളരെ ഇഷ്ടത്തോട് കൂടിയിട്ട് നമ്മൾ കഴിക്കുന്ന സമയത്ത് അത് ശരീരത്തിനെ സംബന്ധിച്ച് വളരെ ഹെൽത്തി ആവണം എന്നില്ല, ശരീരത്തിന് അത് ഇഷ്ടപ്പെടണം എന്നില്ല. അതേ സമയത്ത് നമ്മൾ ഈ ഒരു ഭക്ഷണം പൂർണ്ണമായിട്ട് ഒഴിവാക്കണം എന്നാണോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം? അല്ല. അതിനെ പറ്റിയിട്ട് നമുക്ക് ലാസ്റ്റിലേക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെയാണ് ഈ കാർബോഹൈഡ്രേറ്റ് നമ്മൾ മറ്റു പല മാക്രോ ന്യൂട്രിയന്റും ആയിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത്, ഉദാഹരണത്തിന് പ്രോട്ടീനോ അല്ലെങ്കിൽ ഫാറ്റോ ഒക്കെ ആയിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവുക എന്നുള്ളത് ഒരു സാമ്പിളിൽ നോക്കിക്കഴിഞ്ഞാൽ, കാർബോഹൈഡ്രേറ്റ് മാത്രമാണെങ്കിൽ ബ്ലഡ് ഷുഗർ കൂടി പിന്നെ അത് കുറഞ്ഞു. അതേ സമയത്ത് പ്രോട്ടീൻ ആണെങ്കിൽ, പ്രോട്ടീൻ മാത്രമാകുമ്പോൾ അതിനെ കുറച്ചുകൂടി കൂടുതൽ സമയത്തേക്ക് ബ്ലഡ് ഷുഗർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. അതേ സമയത്ത് ഫാറ്റ് ആണെങ്കിലോ നമ്മുടെ ബോഡിയിലത്തെ ആ ഒരു കോമ്പോസിഷൻ അല്ലെങ്കിൽ എനർജി ലെവൽ കൂടുതൽ സമയത്തേക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരത്തിന് പറ്റും. അപ്പൊ ഇതിന്റെ ഒരു കോമ്പിനേഷൻ കഴിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് പലതരത്തിലുള്ള ഫുഡ് ആവുമ്പോഴും അല്ലെങ്കിൽ ഈവൻ ഫൈബർ റിച്ച് ആയിട്ടുള്ള, നെക്സ്റ്റ് സ്ലൈഡിൽ പറയുന്നുണ്ടാവും, ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണമൊക്കെ ഈ കാർബോഹൈഡ്രേറ്റിന് മുമ്പ് വരുന്ന സമയത്ത് അത് വളരെ കൂടുതലായിട്ട് ബെനിഫിഷ്യൽ ആണ്. സോ എന്താണ് സാധാരണ നമ്മളിപ്പോ എല്ലാ ഭക്ഷണവും കുക്ക് ചെയ്തിട്ട് കഴിക്കാറുണ്ട്, പച്ചക്കറികളാണ് പൊതുവെ കുക്ക് ചെയ്യാതെ കഴിക്കുന്നത് അല്ലെ. എന്നാൽ എന്താണ് കാർബോഹൈഡ്രേറ്റ് കുക്ക് ചെയ്യുമ്പോഴും സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒരു കാര്യം, ചൂട് ആ സ്റ്റാർച്ച് ഗ്രാനുവൽസിനെ ഒന്ന് ചൂടാക്കി കൊണ്ടുവരും. ആ വെള്ളത്തിലുള്ള, അല്ലെങ്കിൽ പൊതുവെ വെള്ളത്തിലാണ് കാർബോഹൈഡ്രേറ്റ് ഒക്കെ കുക്ക് ചെയ്യുന്നത് അല്ലെ. ഈ കാർബോഹൈഡ്രേറ്റ് അതിനകത്ത് ഗ്രാനുവൽസ് ചൂടായി വരും. ഈ ചൂടാവുന്ന സമയത്ത് എന്താണ്, ഗ്രാനുവൽസിനകത്തേക്ക് വെള്ളം കൂടുതൽ വരും. അതുകൊണ്ട് തന്നെ അത് സ്വെല്ലിങ് നടക്കും, അല്ലെങ്കിൽ അതിനകത്തേക്ക് വെള്ളം കയറി ചെല്ലുന്നത് നമുക്ക് മനസ്സിലാവും. ഈ സ്റ്റാർച്ച് ഗ്രാനുവൽസ് കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൂടുതൽ അതിനകത്തേക്ക് വെള്ളം അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ആവും. കാർബോഹൈഡ്രേറ്റ് അല്ലേ, കാർബോഹൈഡ്രേറ്റ്, ഈ ഹൈഡ്രജൻ ബോണ്ട് അതിനകത്ത് ബ്രേക്ക് ആയിട്ട് ഓട്ടോമാറ്റിക്കലി അത് തിക്കാവും. ഈവൻ ലിക്വിഡ് വരെ തിക്കാവും. അങ്ങനെ തിക്കാവുമ്പോൾ അതിനൊരു ജലാറ്റിനൈസേഷൻ നടക്കും എന്നാണ് പറയുക. ഇത്രയും ഉണ്ടാവുമ്പോഴും സാധാരണഗതിയിൽ നമ്മൾ ചൂടോടെ കഞ്ഞി കുടിക്കുമ്പോഴൊക്കെ ആ ഫോമിൽ തന്നെ നമ്മുടെ ശരീരത്തിന് അത് ഓക്കെയാണ്. എന്നാൽ ഈ ചൂടാക്കിയ സാധനം പിന്നീട് നമ്മൾ തണുപ്പിക്കുന്ന സമയത്ത് ആ സ്റ്റാർച്ച് കുറച്ചൊക്കെ നമ്മുടെ ശരീരത്തിന് ചെറുകുടൽ വെച്ച് തന്നെ അബ്സോർബ് ആവും. എന്നാൽ ബാക്കിയുള്ളത് ഒരു റെസിസ്റ്റൻസ് സ്റ്റാർച്ചിലേക്ക് പോയിട്ട് ബാക്ടീരിയൽ ഫെർമെന്റേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബാക്ടീരിയയുടെ ഫുഡായിട്ട് അത് മാറുന്നുണ്ടാവും. അങ്ങനെ ബാക്ടീരിയ എന്താണ് ഉണ്ടാക്കുന്നത്, ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് ഉണ്ടാക്കും. ഈ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സിൽ മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം ബ്യൂട്ടിറേറ്റ് എന്ന് പറയുന്ന ഒന്നാണ്. ഈ ബ്യൂട്ടിറേറ്റിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണെന്ന് അറിയോ? നമ്മുടെ ബ്രെയിൻ ഹെൽത്തിനെ സഹായിക്കുക, അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന ആ ബ്യൂട്ടിറേറ്റ് ഇഷ്ടപ്പെടുന്ന ചില ബാക്ടീരിയകൾ ഉണ്ടാക്കുന്ന ഈവൻ അതിന്റെ പ്രൊഡക്റ്റ് ബാക്ടീരിയയുടെ പ്രൊഡക്റ്റ് പോലും നമ്മുടെ ബ്രെയിൻ ഹെൽത്തിന് വളരെ എഫക്റ്റീവ് ആയിട്ട് മാറുന്നതാണ്. ഓക്കെ, ശരി. ഈ ഒരു ഫോമിന് പറയുന്നത് റെസിസ്റ്റൻസ് സ്റ്റാർച്ച് ഫോർമേഷൻ എന്നാണ്. ഇങ്ങനെ ഒരു റെസിസ്റ്റൻസ് സ്റ്റാർച്ച് ഫോർമേഷൻ പൊതുവെ നമ്മുടെ ഗട്ട് ഹെൽത്തിന് ടോട്ടലി ബെനിഫിറ്റ് ആണെന്ന് മാത്രമല്ല, മൈക്രോബ്സ്, നമ്മുടെ ശരീരത്തിനകത്തുള്ള മൈക്രോബയോട്ടയ്ക്കും വളരെ കൂടുതലായിട്ട് ബെനിഫിഷ്യൽ ആണ്. ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് ഉണ്ടാക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞു. അതിനകത്ത് പ്രധാനമായിട്ട് ബ്യൂട്ടിറേറ്റ് ആണ്. ബെനിഫിഷ്യൽ ബാക്ടീരിയയുടെ പോപ്പുലേഷൻ ഇൻക്രീസ് ആവുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ
ചില സമയത്തൊക്കെ ശരീരം ഡിറ്റക്ട് ചെയ്യാത്തൊരു അവസ്ഥയുണ്ട്. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പുവർ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി. ഈ ഒരു കാര്യം നമുക്കവിടെ മറികടക്കാൻ പറ്റും. ഇൻസുലിൻ സെൻസിറ്റിവിറ്റി നല്ലതായിട്ട് മാറുന്നുണ്ടാവും. ഇവിടെ അഡീഷണൽ ആയിട്ട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാർബോഹൈഡ്രേറ്റിൽ പെടുന്ന മറ്റൊരു ഐറ്റം ആണ് ഫൈബർ. ഈ ഫൈബർ റിച്ച് ഡയറ്റ് ആണെങ്കിൽ അത് പൊതുവെ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിനകത്തേക്കുള്ള കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഷുഗറിന്റെ അബ്സോർപ്ഷൻ അത് സ്ലോ ഡൗൺ ചെയ്യാണ് ചെയ്യുന്നത്. ഇങ്ങനെ സ്ലോ ഡൗൺ ചെയ്യുന്ന സമയത്ത് കൂടുതൽ സമയം ഡൈജഷന് വേണ്ടിയിട്ട് കിട്ടുന്നുണ്ടാവും, സസ്റ്റൈനബിൾ എനർജി കിട്ടുന്നുണ്ടാവും, കൂടുതൽ നേരത്തേക്ക് ഒരേപോലുള്ള എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവും, ഡൈജഷൻ പ്രോസസ്സ് നന്നാവുന്നുണ്ടാവും. അതുപോലെ തന്നെ ഗാസ്ട്രിക് എംപ്റ്റിങ്, നമ്മുടെ മീൻസ് വേസ്റ്റ് മെറ്റീരിയൽസ് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോകാത്തത് കൊണ്ട് വയറ് ഒരു ഫുൾ ആയ പോലെ ഉണ്ടാവും. റെഡ്യൂസ് ഫാറ്റിക്, നമുക്ക് എനർജി ലോസ് പൊതുവെ ഉണ്ടാവില്ല. അല്ലെങ്കിൽ പല സ്ഥലത്തും ശരീരത്തിന്റെ പല സ്ഥലത്തും അറിയാതെ തന്നെയുള്ള അല്ലെങ്കിൽ റീസൺ അറിയാതെയുള്ള ഒരു തരം വേദന മുതലാണ് ഈ ഫാറ്റിക്നെസ് ഒക്കെ കൂടുന്നത്. ഓക്കെ, ബെനിഫിറ്റ്സ് ഓഫ് ഫൈബർ ഏർലി ഇൻ ദ മോർണിംഗ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ തന്നെ ഫൈബർ കൂടി കഴിക്കുമ്പോൾ അതിനൊരു പ്രധാനപ്പെട്ട ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സെക്കൻഡ് മീൽ, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് മീൽ എന്താ പൊതുവെ ലഞ്ച് അല്ലെ. ഈ സെക്കൻഡ് മീലിന് നമുക്ക് ഒരുപാട് കഴിക്കണം എന്നുള്ളൊരു തോന്നലുണ്ടാവില്ല. ഭക്ഷണം ഒരുപാട് കഴിച്ചില്ലെങ്കിൽ നമുക്ക് വിശപ്പ് മതിയാവുമോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടത്ര ന്യൂട്രീഷൻ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിട്ടും. നമുക്ക് പല ആൾക്കാർക്കും ഇന്നിപ്പോ അണ്ടർ ന്യൂട്രീഷൻ അല്ലെങ്കിൽ ന്യൂട്രീഷണൽ കുറവ് കൊണ്ടല്ല എന്നുള്ള ബുദ്ധിമുട്ടുകൾ ഓവർ ന്യൂട്രീഷൻ അല്ലെങ്കിൽ മാൽ ന്യൂട്രീഷന്റെ വേറൊരു സ്റ്റേജ് ആണ് പൊതുവെ ഇവിടെ പറയാൻ പറ്റുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സാറ്റൈറ്റി അല്ലെങ്കിൽ നമുക്ക് സംതൃപ്തിയുടെ ഒരു വികാരം അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുന്ന സമയത്ത് എന്താണ്, നമുക്ക് തന്നെ അറിയാം എന്ത് കഴിക്കണം, എത്ര കഴിക്കണം. ഇതില്ലാത്ത സമയത്താണ് പലപ്പോഴും നമ്മൾ വേണ്ടാത്ത പലതും കഴിച്ചു പോകുന്നത്. ഓക്കെ, സാധാരണ അങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ചെയ്യേണ്ട ഒരു കാര്യമാണോ? ന്യൂട്രീഷണൽ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷണൽ എക്സാമിനേഷൻ സർവേ പറയുന്നത് 2001 മുതൽ 2008 വരെയുള്ള കാലയളവിൽ ഒരുപാട് മുതിർന്ന ആൾക്കാരിൽ നടത്തിയ ഒരു സർവേയുടെ റിസൾട്ടാണ് ഈ പറയുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഈ കഴിച്ചിരുന്ന ആൾക്കാരിൽ റിലേറ്റീവ്ലി കൂടിയ ലെവലിലുള്ള മൈക്രോ ന്യൂട്രിയന്റിന്റെ അവൈലബിലിറ്റി ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നത് കൊണ്ട് പല ആൾക്കാരിലും വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ സി, കാൽസ്യം, പൊട്ടാസ്യം, അയൺ അല്ലെങ്കിൽ മാഗ്നീഷ്യം ഇതുപോലെയുള്ള മൈക്രോ ന്യൂട്രിയന്റുകളുടെ അളവ് കുറഞ്ഞു കാണപ്പെടുന്നു. ഇത്തരം മൈക്രോ ന്യൂട്രിയന്റുകൾക്ക് ഒത്തിരി നമ്മുടെ ശരീരത്തിൽ ഫങ്ഷൻസ് ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചതാണ്, ഓർക്കുന്നുണ്ടാവും. നമ്മുടെ ഒരുവിധം എല്ലാ അവയവങ്ങൾക്കും അവരുടെ ആരോഗ്യം വളരെ നല്ല രീതിയിൽ നിലനിർത്താനും അവരുടെ ഫങ്ഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകാനും മൈക്രോ ന്യൂട്രിയൻസ് വളരെ ചെറിയ അളവിലാണെങ്കിലും അത് അത്യാവശ്യമാണ്. വൈറ്റമിൻസും മിനറൽസും, അതിലുള്ള പ്രധാനപ്പെട്ട ചില വൈറ്റമിൻസും മിനറൽസും എടുത്തു കഴിഞ്ഞാൽ അതിൽ പലതും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തവരിൽ വളരെ കുറഞ്ഞ് കാണപ്പെടുന്നുണ്ടായിരുന്നു. ഹൈഡ്രേഷൻ അഥവാ വെള്ളം നമ്മുടെ ശരീരത്തിൽ വേണ്ടത്ര കിട്ടുന്നുണ്ടോ? ഇതിനെപ്പറ്റി വലിയൊരു സെഷൻ, നമ്മളൊരു ഫുൾ ഡേ സെഷൻ എടുത്തിരുന്നു. ഹൈഡ്രേഷനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് തന്നെയുള്ള കാര്യം ഞാൻ പറയാം. ആക്ച്വലി അങ്ങനെ കുടിക്കുന്നതുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെറ്റബോളിക് റേറ്റ് വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യും. അതുപോലെ തന്നെ ടോക്സിൻസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഡൈജഷന് വേണ്ടിയിട്ട് ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ കുടലിനെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കും. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഭക്ഷണം, നമ്മൾ വെള്ളം കുടിക്കേണ്ടത് അല്ലെങ്കിൽ എപ്പോഴാണ് കുടിക്കേണ്ടത് നോക്കിക്കഴിഞ്ഞാൽ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം നമുക്ക് 30 മിനിറ്റ് ഭക്ഷണത്തിന് മുമ്പും അതുപോലെ തന്നെ 1 മണിക്കൂർ കഴിഞ്ഞിട്ട്, ഭക്ഷണം കഴിച്ച് 1 മണിക്കൂർ കഴിഞ്ഞിട്ടും വെള്ളം ഉപയോഗിക്കാം. രാവിലെ ഏർലി മോർണിംഗ് ഉള്ള വെള്ളം കൂടാതെ പൊതുവെ ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ടിട്ട് നോക്കുമ്പോൾ ഈ ഒരു കാര്യം ആണ് എപ്പോഴും നല്ലത്. എന്നാൽ ഒപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും രാവിലെ ഭക്ഷണം കഴിച്ചു 10 മണി 11 മണിയാകുമ്പോഴേക്ക് വീണ്ടും എന്തെങ്കിലും കഴിക്കണം എന്നുള്ളൊരു ടെൻഡൻസി വരുമ്പോൾ ഒരല്പം വെള്ളം കുടിച്ചു നോക്കൂ.
പലപ്പോഴും നമ്മുടെ ദാഹവും വിശപ്പും തമ്മിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാറില്ല. ഇത് നമ്മുടെ ബ്രെയിനിലേക്ക് കൊടുക്കുന്ന സിഗ്നൽ മാറിപ്പോകുന്നതുകൊണ്ട് മാത്രമല്ല, നമ്മുടെ ഹാബിറ്റ് മാറിപ്പോകുന്നതുകൊണ്ട് കൂടിയാണ്. അപ്പൊ അവിടെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പല സമയത്തും നമ്മുടെ ദാഹം തന്നെയായിരിക്കും ഒരുപക്ഷെ വിശപ്പ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്. അങ്ങനൊരു കാരണം കൊണ്ട് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഭക്ഷണം ചെല്ലാനും മറ്റ് മെറ്റബോളിക് അതുപോലെ തന്നെ മറ്റ് ഭക്ഷണം മാക്രോ ന്യൂട്രിയന്റ് കൂടിയത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനും സാധ്യത കൂടുതലാണ്. വറുത്തതും പൊരിച്ചതും ഒക്കെ പലപ്പോഴും ചെറുകടികൾ എന്നുള്ള രീതിയിൽ കഴിക്കാൻ തുടങ്ങുന്നതൊക്കെ ആ ഒരു വിശപ്പിന്റെ കാരണം കൊണ്ടാണെങ്കിൽ ഒരുപക്ഷെ ഏറ്റവും നല്ലതായിരിക്കും ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് ആ വിശപ്പ് ശമിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ദാഹം മാത്രമായിരുന്നോ എന്ന് മനസ്സിലാക്കുന്നത്. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ശീലം എന്താണ്? രാവിലെ ഭക്ഷണം കഴിക്കും, ഉച്ചയ്ക്ക് കഴിക്കും, ഒരുപക്ഷെ വൈകിട്ട് പിന്നെയും കഴിക്കും, അത് കഴിഞ്ഞിട്ട് രാത്രിയിലും കഴിക്കും. ഈ രാത്രിയിൽ എപ്പോഴാണ് കഴിക്കുക എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള സമയമൊന്നുമില്ല. കാരണം ചിലപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും വീട്ടിൽ പാർട്ടി ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ സിനിമയ്ക്ക് പോയിട്ടുണ്ടാവും. ഇത് കഴിഞ്ഞ് വന്നിട്ടുള്ള എപ്പോഴാണോ അപ്പോഴാണ് കഴിക്കുക. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ ഈ ടൈം റെസ്ട്രിക്റ്റഡ് ഈറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ കൃത്യസമയത്തിന് സമയം വെച്ച് കഴിക്കണം എന്നുള്ളതല്ല. പക്ഷേ ഈ ഒരു 6 മണി മുതൽ 6 മണി വരെയുള്ള പാറ്റേൺ അവിടെ കൊടുക്കാൻ എന്താ കാരണം? സൂര്യൻ ഉദിക്കുന്നത് 6 മണി, സൂര്യൻ അസ്തമിക്കുന്ന 6 മണി എന്നുള്ള ഒരു പാറ്റേൺ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെ ഒരു പാറ്റേണിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് വളരെ ബെനിഫിഷ്യൽ ആവുന്നത് എങ്ങനെയാണ്? വൈകുന്നേരത്തെ ഒരുപക്ഷെ ആ ഒരു ഭക്ഷണം നമുക്ക് ഒഴിവാക്കിയിട്ട് അവിടെ ശരിക്കും ഡിന്നർ തന്നെ കഴിക്കാം. അങ്ങനെ ഒരു ഡിന്നർ കഴിക്കുമ്പോൾ എഗൈൻ നമുക്ക് ആ വൈകുന്നേരം 6 മണി മുതൽ ഒരുപക്ഷെ രാവിലെ 6 മണിയോ 8 മണിയോ വരെ നമ്മുടെ ശരീരത്തിന് വേണ്ട രീതിയിൽ മെറ്റബോളിസം ചെയ്യാനും അതുപോലെ തന്നെ റിപ്പയർ വർക്ക് ചെയ്യാനും ഒക്കെ സമയം വേണ്ടത്ര കിട്ടും. ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്? ഇൻഫ്ലമേഷൻസ് കുറയും, ബോഡി വെയിറ്റ് കുറയും, അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയും, ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയും. ഇങ്ങനെയൊരു ഈറ്റിംഗ് പാറ്റേൺ മീൻസ് നമ്മുടെ സിർക്കാഡിയൻ റിതം എന്ന് പൊതുവെ ഉറക്കത്തിനെ പറ്റി സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സിർക്കാഡിയൻ റിതത്തിന് ഒപ്പം തന്നെ നമ്മുടെ ശരീരത്തിലത്തെ ഡൈജഷൻ സിസ്റ്റത്തിനെ കൂടി ഒന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ശരീരത്തിനെ സംബന്ധിച്ച് വളരെ ബെനിഫിഷ്യൽ ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് ശരിക്കും ഈ ഒരു ഹെൽത്തി അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഏറ്റവും കൂടുതൽ നമുക്ക് ആപ്റ്റ് ചെയ്യുന്നത് രാവിലെ തന്നെ എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ. ഡയറ്റ് ഇൻഡ്യൂസ്ഡ് തെർമോജെനിസിസ് എന്ന് പറയും. നമ്മുടെ ഭക്ഷണം കൊണ്ട് തന്നെ ഭക്ഷണത്തിന് എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരം ഉപയോഗിക്കുന്ന എനർജി, അതാണ് ഡയറ്റ് ഇൻഡ്യൂസ്ഡ് തെർമോജെനിസിസ്. ഇത് കൂടുതലായിട്ടുള്ളത് എന്തിനൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ് മേ ബി ഒരു 5 to 10 ആണെങ്കിൽ, അതുപോലെ കൊഴുപ്പിൻ്റെത് ഒരു 10 to 20% ആണെങ്കിൽ, ഏറ്റവും കൂടുതൽ ഊർജം ഉപാപചയത്തിന് വേണ്ടി ആവശ്യമുള്ളത് പ്രോട്ടീനാണ്. സോ ഡയറ്റ് ഇൻഡ്യൂസ്ഡ് തെർമോജെനിസിസ് നമ്മുടെ രാവിലത്തെ ഭക്ഷണത്തിന്റെ ഒന്നിച്ച് തന്നെ അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ തന്നെ അത് അവിടെ ഹൈ ലെവലിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ടോട്ടൽ ബോഡിയുടെ മെറ്റബോളിക് റേറ്റ് കൂടും, ബെറ്റർ ന്യൂട്രിയന്റ് അബ്സോർപ്ഷൻ. ആ സമയത്ത് ശരീരം ഉണർന്നിരിക്കുന്നതായതുകൊണ്ട് തീർച്ചയായിട്ടും ന്യൂട്രിയന്റ് അബ്സോർപ്ഷൻ കൂടും. രാത്രിയിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡിന്നർ കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ഗുണമില്ല. ശരീരം ഉറങ്ങുമ്പോൾ ഒരല്പമൊക്കെ അതിന് അബദ്ധം പറ്റാം. ന്യൂട്രിയന്റ് അബ്സോർപ്ഷൻ അത്രമാത്രം പ്രോപ്പർ ആവണം. എസെൻഷ്യൽ ന്യൂട്രിയൻസ് ശരീരത്തിന് കിട്ടുന്നുണ്ട്. അത് പ്രധാനമായിട്ടും തലേന്ന് എന്തൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ, രാത്രിയിലത്തെ റിപ്പയർ വർക്കിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ അതൊക്കെ റീപ്ലനിഷ് ചെയ്യാനുള്ള ഒരു അവസരമാണ് കിട്ടുന്നത് രാവിലെ തന്നെ. അതുകൊണ്ട് എഗെയിൻ നെക്സ്റ്റ് ഡേ ഈവനിങ്ങിലേക്ക് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ശരീരത്തിന് അത് വളരെ ബെനിഫിറ്റ് ആണ്. ബ്ലഡ് ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ ഫിസിക്കൽ ആൻഡ് മെന്റൽ പെർഫോമൻസ് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ടാവും. ഇമ്മ്യൂണിറ്റി ആൻഡ് ഓക്സിഡേറ്റീവ് പ്രൊട്ടക്ഷൻ ടു ഔട്ട്സൈഡ് വേൾഡ്. പല ആൾക്കാരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എന്താണ് പുറത്തേക്കാണ് ഇറങ്ങുന്നത്. ഈ പുറത്ത് എന്താണ് ഉള്ളത്? ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഒരു ചലഞ്ചിലേക്ക് കൊണ്ടുപോകുന്ന, അതല്ലെങ്കിൽ പലതരത്തിലുള്ള ടോക്സിൻസ്, അതല്ലെങ്കിൽ പൊല്യൂഷൻ, ഓക്സിഡേറ്റീവ് സ്ട്രെസ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളോട് നമ്മുടെ ശരീരം ഇടപഴകാൻ പോവാണ്. അതിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്, ഇമ്മ്യൂൺ പ്രൊട്ടക്ഷൻ എന്നും വേണമെങ്കിൽ പറയാം, അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് വളരെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. അതേ സമയത്ത് ഈറ്റിംഗ് ഓൺ ദ റൺ അല്ലെങ്കിൽ നമ്മൾ രാവിലെ എന്തെങ്കിലും കഴിച്ചു എന്നാക്കിയിട്ടുള്ള ഒരു ഓട്ടം ആവുമ്പോൾ പലപ്പോഴും നമ്മുടെ ശരീരത്തിന് അത് വളരെ കൂടുതൽ ഗുണം ചെയ്യണമെന്നില്ല.
ഇതുവരെ സംസാരിച്ചതൊക്കെ ഭക്ഷണം അല്ലെങ്കിൽ ന്യൂട്രീഷനുമായിട്ട് വളരെ ഡെപ്തിൽ പോയതായിരുന്നു. എന്നാൽ ജസ്റ്റ് അതിന്റെ ഔട്ടറിൽ നോക്കുമ്പോൾ നമ്മൾ കുക്കിംഗ്, എങ്ങനെയാണ് ഭക്ഷണം കുക്ക് ചെയ്യുന്നത്, സാധാരണഗതിയിൽ പലതരത്തിലുള്ള ചാലഞ്ചസ് കുക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരാറുണ്ട്. ഭക്ഷണം എങ്ങനെ പാകം ചെയ്യുന്നു, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏത് തരത്തിലുള്ള കുക്ക് വെയർ ഉപയോഗിക്കണം എന്നുള്ളതായിരിക്കും. അതുപോലെ തന്നെ എക്സസീവ് ഓയിൽ, പല ആൾക്കാരും ഇത് ഒരു സർവേയിൽ പറഞ്ഞതാണ്, ടൈപ്സ് ഓഫ് കുക്ക് വെയർ എന്ത് ഉപയോഗിക്കണം, അതുപോലെ തന്നെ എക്സസീവ് ഓയിൽസ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. കാരണം കുക്ക് വെയർ ശരിയായില്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് കുക്കിംഗ് വളരെ ഫാസ്റ്റ് ആവാൻ വേണ്ടിയിട്ടൊക്കെ ഹൈ ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ, അതുകൂടാതെ കട്ടിങ്ങും കുക്കിങ്ങും ഒക്കെ കഴിയുമ്പോൾ പലതരത്തിലുള്ള ന്യൂട്രിയൻസും അതിൽ നിന്ന് നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു കാര്യവും. ഇത് കൂടാതെ നമ്മൾ ഉപയോഗിക്കുന്ന യൂട്ടൻസിൽ അത്രമാത്രം ഗുണമില്ലെങ്കിൽ അതിനകത്ത് നിന്ന് മെറ്റൽ ലീച്ചിങ് എന്ന് പറയുന്ന ഒരു കാര്യം നടക്കാം. അതുപോലെ തന്നെ ഗ്ലൈക്കേഷൻ, ഷുഗറും പ്രോട്ടീനും കമ്പൈൻ ചെയ്തിട്ട് ചൂടിന്റെ കൂടെ വരുമ്പോൾ ഗ്ലൈക്കേഷൻ അല്ലെങ്കിൽ ഏജസ്, അഡ്വാൻസ്ഡ് ഗ്ലൈക്കേഷൻ ഇൻ പ്രൊഡക്ട്സ് ഉണ്ടാവും. ഈ ഒരു പ്രോബ്ലം ഒരു പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന സാധനം ഹൈ ഹീറ്റിലാണെങ്കിൽ, അതുപോലെ തന്നെ കൂടുതൽ ടൈം ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ വെള്ളം ഉപയോഗിക്കാതെ ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ, മോയ്സ്ചൻഡ് അല്ലെങ്കിൽ അത് വളരെ കൂടുതലായിട്ട് ദോഷം ചെയ്യും. ഇനിയിപ്പം വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ടാണെങ്കിലും ഈ വെള്ളം വാർത്ത് കളഞ്ഞാലോ, അല്ലെങ്കിൽ അതിൽ നിന്ന് മാറ്റിക്കളഞ്ഞാലോ, അല്ലെ, പച്ചക്കറികളൊക്കെ വേവിക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ആ വെള്ളം കളഞ്ഞ് അതിനെ ഡ്രൈ ആയിട്ട് യൂസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും ന്യൂട്രിയൻ ലോസ് വളരെ നന്നായിട്ട് അതിൽ നിന്ന് നടക്കുന്നുണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് കുറവ് ഓയിൽ ഉപയോഗിച്ചിട്ട്, അതുപോലെ തന്നെ ചെറിയ ഫ്ലെയിമിൽ മോയ്സ്ചൻഡ് ആൻഡ് ഈവൻ കുക്കിംഗ്, മോയ്സ്ചൻഡ് എന്ന് പറയുന്നത് ഒരുപക്ഷെ അല്പം എണ്ണ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ വെള്ളം ഉപയോഗിച്ചിട്ടോ മോയ്സ്ചറോട് കൂടിയിട്ട് തന്നെ, അത് ക്ലോസ്ഡ് കുക്കിംഗ് ആണ് പൊതുവെ അതിന് നല്ലത്. അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്ന സമയത്ത് വളരെ ബെനിഫിഷ്യൽ ആണ്. ഈവൻ കുക്കിംഗ് വളരെ ലോ ഫ്ലെയിമിൽ ചെയ്യുമ്പോഴൊക്കെ ഈവൻ കുക്കിംഗ് പോസിബിൾ ആണ്. അതല്ലെങ്കിൽ മൾട്ടി ലെയർ ആയിട്ടുള്ള സ്റ്റീൽ കൊണ്ടുള്ള മെറ്റീരിയലൊക്കെ നമുക്കതിന് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയൊക്കെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആവശ്യമുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മൈൻഡ്ഫുൾ ഈറ്റിംഗ്, അല്ലെങ്കിൽ നമ്മൾക്ക് ഭക്ഷണമായിട്ടുള്ള ഒരു നല്ല റിലേഷൻഷിപ്പ്. അത് എത്രത്തോളം ബെനിഫിഷ്യൽ ആണ് എന്ന് നമുക്ക് അറിയാൻ പറ്റുക ആ ഭക്ഷണം എത്രത്തോളം നമുക്ക് സംതൃപ്തി തന്നു എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴായിരിക്കും. പല വലിയ പേഴ്സണാലിറ്റിയുടെയും അവരുടെ ഭക്ഷണ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ അത് പൊതുവെ ഏറ്റവും നല്ല രീതിയിലായിരിക്കും. എല്ലാ തിരക്ക് പിടിച്ച ആൾക്കാരാണ്, അല്ലെങ്കിൽ അവരുടെ ലൈഫില് സമയം വളരെ കുറവാണ്, അതുകൊണ്ട് അവർ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ളൊരു ധാരണയുണ്ടെങ്കിൽ അതങ്ങോട്ട് മാറ്റിവെക്കാം. കാരണം അവർ ഒക്കെ തന്നെ എങ്ങനെ കഴിക്കുന്നു, അതുപോലെ തന്നെ എന്ത് കഴിക്കുന്നു, അതുപോലെ തന്നെ എത്ര കഴിക്കുന്നു എന്നുള്ളതിനെ പറ്റിയൊക്കെ വളരെ നന്നായിട്ട് അവർ ബോധവാനാണ്. എപ്പോഴാണ് അവർ ഭക്ഷണം കഴിക്കുന്നതെന്ന് അവർക്ക് തീർച്ചയായിട്ടും ഒരു ചിട്ടയുണ്ടാവും. അതിൻ്റെ ഒന്നിച്ച് തന്നെ എങ്ങനെയാണ് പല ഡിസ്ട്രാക്ഷൻസും അവർ അതിൽ നിന്നും മാറ്റിവെക്കും. ഭക്ഷണമാണെങ്കിൽ ആ മേശപ്പുറത്ത് മൊബൈലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഐറ്റംസോ പൂർണ്ണമായിട്ടും മാറ്റിവെച്ചിട്ടായിരിക്കും പൊതുവെ അവരുടെ ഭക്ഷണ രീതികൾ. അതുപോലെ തന്നെ ഒരു സിമ്പിൾ ടെക്നിക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഭക്ഷണം, അതിനകത്തുള്ള ഡ്രിങ്ക്സ് അല്ലെങ്കിൽ വെള്ളം, ലിക്വിഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ തീർച്ചയായിട്ടും ചവച്ച് തിന്നാൻ അല്ലെങ്കിൽ അതിന്റെ രുചി അറിഞ്ഞു തിന്നാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, സോളിഡ് ഫുഡ് എന്തൊക്കെ ഉണ്ടെങ്കിലും അത് ഏറ്റവും നല്ല രീതിയിൽ ചവച്ച് അരച്ച്, അതൊരു പക്ഷെ 20-30 പ്രാവശ്യം തന്നെ ചവച്ച് അരച്ച് തിന്നുമ്പോൾ തീർച്ചയായിട്ടും ഈവൻ അതിനിടയിൽ വെള്ളം കുടിക്കേണ്ട ആവശ്യം പോലും നമുക്ക് ഉണ്ടാവില്ല. എന്തൊക്കെയാണ് ഇത്രയൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷെ സിമ്പിൾ ആയിട്ട് പറയൂ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളതിന് ഏറ്റവും എളുപ്പത്തിലുള്ള കുറച്ച് പോയിന്റ്സ് മാത്രം ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഈറ്റ് റിയൽ ഫുഡ്. പ്രോസസ്ഡ് ഫുഡ് എത്രത്തോളം നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം നമ്മുടെ ഉള്ളിലേക്ക് ഹിഡൻ ഫാറ്റും ഹിഡൻ ഷുഗറും പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ അതിനകത്ത് ക്വാളിറ്റി ആയിട്ടുള്ള ന്യൂട്രീഷൻസും കുറവായിരിക്കും. അതേസമയത്ത് റിയൽ ഫുഡ്, അതിപ്പം നമ്മൾ വെജിറ്റബിൾസ് മാത്രം കഴിക്കണം എന്നൊന്നും പറയുന്നില്ല. എന്ത് സാധനം ഉണ്ടെങ്കിലും അതിനെ ഒരുപാട് പ്രോസസ്സ് ചെയ്യാതെ നമുക്ക് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ അത് നമ്മളെ വളരെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഗുണം ചെയ്യും. സലാഡ്സ് അല്ലെങ്കിൽ ഫൈബർ അടങ്ങിയ സാധനങ്ങൾ നമുക്ക് ആദ്യം കഴിക്കാം.
അതുപോലെ തന്നെ പ്രോട്ടീൻ അടങ്ങിയ സാധനങ്ങൾ കഴിക്കാം, ഫാറ്റ് അടങ്ങിയത്, അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്. ഇങ്ങനൊരു ഓർഡർ എപ്പോഴും നമ്മൾ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം എന്നൊന്നുമില്ല. പക്ഷെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ തീന്മേശയിൽ, പ്രത്യേകിച്ചും ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് മിക്കവാറും എല്ലാവരും വീട്ടിൽ തന്നെ കഴിക്കുന്ന ഒരു ഭക്ഷണമാണ്. ഈ ബ്രേക്ക്ഫാസ്റ്റിന്റെ മുതൽ ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം വളരെ നല്ല രീതിയിൽ അറ്റ്ലീസ്റ്റ് ഉച്ചവരെയുള്ളത് നമുക്ക് തന്നെ നമ്മുടെ കൺട്രോളിലുണ്ട്. ഇതിന് ശേഷം പിന്നെ എഗെയിൻ ഡിന്നർ മോസ്റ്റ്ലി നമ്മൾ വീട്ടിൽ തന്നെയാണ് കഴിക്കുന്നത്. അതും നമുക്ക് ചെയ്യാൻ പറ്റും. ഫുഡ് പെയറിങ്, നമ്മൾ എന്തിന്റെ കൂടെ കഴിക്കണം എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഈ നേരത്തെ പറഞ്ഞ ഫുഡ് ഓർഡർ പോലെ തന്നെ ഫുഡ് പെയറിങ്ങും വളരെ കൂടുതലായിട്ട് ബെനിഫിഷ്യൽ ആവും. കഴിഞ്ഞ ദിവസം മില്ലറ്റിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ച സമയത്ത് അതിനകത്തുള്ള ഫൈറ്റേറ്റ്സ് പലതരത്തിലുള്ള ടോക്സിൻസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സോക്ക് ചെയ്തിട്ട് കഴിക്കേണ്ടതിന്റെ ആവശ്യം പറഞ്ഞിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കൂടിയ സാധനങ്ങൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് അതിന്റെ കൂടെ പ്രോട്ടീനോ അല്ലെങ്കിൽ ഫൈബറോ പോലെയുള്ള സാധനങ്ങൾ കഴിക്കുക. അതിന്റെ കൂടെ കഴിക്കാം, അതിന് മുമ്പ് കഴിക്കാം. ഇങ്ങനെ ഒരു പാറ്റേൺ കൊണ്ടുവരുമ്പോൾ അതുപോലെ തന്നെ ഇൻ കേസ് പോസിബിൾ ആണെങ്കിൽ ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടിയത് മാത്രം കഴിക്കുന്നതിന് പകരം ലോ GI ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് അതിന്റെ കൂടെ കഴിക്കാം. ഓക്കെ, നോൺ സ്റ്റാർച്ചി ആയിട്ടുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. നോൺ സ്റ്റാർച്ചി എന്ന് പറയുന്നത് പൊട്ടറ്റോ പോലെയുള്ളതാണ് പൊതുവെ സ്റ്റാർച്ച് കൂടുതലുണ്ടെന്ന് പറയുന്നത്. അല്ലെങ്കിൽ മണ്ണിനടിയിൽ വളരുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ പൊതുവെ സ്റ്റാർച്ചി ആയിട്ടുള്ളതാണ്. അതിനകത്ത് കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കൂടുതലായിരിക്കും. അവിടെ ഈവൻ നമുക്ക് ലോ GI അല്ലെങ്കിൽ സ്റ്റാർച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. മൈൻഡ്ഫുൾ കുക്കിംഗ് ടെക്നിക്സ്, അത് വളരെ ബെനിഫിഷ്യൽ ആണ്. എന്തൊക്കെയാണ് നമ്മൾ ഫുഡ് പെയർ ചെയ്യുന്നത്, ഈ ഫുഡ് പെയറിങ്ങിൽ ആ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കൊന്ന് പ്ലാൻ ചെയ്താൽ മതി. പല രീതിയിലുള്ള സാധനങ്ങൾ എങ്ങനെ മിക്സ് ചെയ്യണമെന്ന് മനസ്സിലാവാൻ. പൊതുവെ നമ്മളിപ്പം മിക്സ് ചെയ്യുന്നത് എന്തൊക്കെയാ? കൂടുതൽ മസാലകൾ അല്ലെ? ഈ കൂടുതൽ മസാലകൾ മിക്സ് ചെയ്ത് ഒരു കറി, ഏതെങ്കിലും ഒരു പച്ചക്കറിയോ അല്ലെങ്കിൽ ഒരു നോൺ വെജ് ഐറ്റമോ മാത്രം വെച്ചിട്ട് ഒരു സിമ്പിൾ കറി ഉണ്ടാക്കിയിട്ട് അതിൽ കുറെ മസാലകളും അതുപോലെ തന്നെ ഉപ്പും എരിവും ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് കറിയും കുറേ ചോറും കഴിക്കാം. ആ ഒരു പാറ്റേൺ മാറ്റിയിട്ട് ഈ മസാലകളുടെ അളവ് കുറച്ചിട്ട് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ അതിനൊന്ന് കുക്ക് ചെയ്ത് കൊണ്ടുവന്നാൽ അതിനകത്ത് നിന്നുള്ള ഫ്ലേവേഴ്സ് നമ്മളെ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരും, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ഗുണം ചെയ്യും. ഗ്രെയിൻസും ലെഗ്യൂംസും മിക്സ് ചെയ്ത് കഴിക്കാം. ഇങ്ങനെയുള്ള ഒരു പെയറിംഗ് ഒക്കെ നമ്മളെ വളരെ ബെനിഫിഷ്യൽ ആയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഈ IF-ന്റെ അതിന്റെ വളരെ ഡെപ്തിലൊന്നും പോയിട്ട് 16 hours-ഉം 8 hours-ഉം ഫുഡ് വിൻഡോ അങ്ങനെയുള്ളതൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് കുറച്ച് നേരത്തെ സംസാരിച്ച 6 മണി മുതൽ 6 മണി വരെ നമ്മുടെ ഫുഡ് വിൻഡോയും 6 മണി മുതൽ രാത്രി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് 6 മണി വരെയുള്ള നമ്മുടെ സമയം ഫാസ്റ്റിംഗ് വിൻഡോയും ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് നോക്കുക. ആ ഒരു 12 hours സമയമെങ്കിലും നമ്മുടെ ശരീരത്തിനെ റിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ ഒരു ഹെൽത്തി പാറ്റേണിലേക്ക് അതിന്റെ സിസ്റ്റത്തിനെ കൊണ്ടുപോകാനും ഒക്കെ ഒന്ന് പറ്റുകയാണെങ്കിൽ അത് എത്ര ഹെൽപ്പ് ചെയ്യുമെന്ന് പറയും. ഒരുപാട് ആൾക്കാരുടെ കൺസൾട്ടേഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണ പാറ്റേൺ ആണ് പ്രധാനമായിട്ട് ബുദ്ധിമുട്ടാവുന്നത്. ഇതുകൊണ്ട് നെക്സ്റ്റ് വരുന്ന ബുദ്ധിമുട്ട് എന്താ? ഉറക്കം ഡിസ്റ്റർബ്ഡ് ആണ്. ഇത് രണ്ടും ശരിയാക്കി കഴിഞ്ഞാൽ ആക്ച്വലി ഭക്ഷണം, ഈ രാത്രിയിൽ വളരെ വൈകിയുള്ള ഭക്ഷണം മാറ്റിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഉറക്കം കുറെ ശരിയാവും. അങ്ങനെ ഒരു പാറ്റേണിലേക്ക് നമുക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഒന്ന് ട്രൈ ചെയ്തോ 2 or 3 ദിവസം എടുക്കുകയായിരിക്കും നമ്മുടെ ആ ഏർലി ഫുഡ് ഹാബിറ്റ്സ് വരാൻ വേണ്ടിയിട്ട്, ഡിന്നറിന്റെ ഏർലി ഡിന്നർ എന്ന് പറയുന്ന ഒരു ഹാബിറ്റ് വരാൻ വേണ്ടിയിട്ട്. അത് പക്ഷെ മാറ്റിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇത് മാത്രമാണോ നമ്മൾ ഈ കഴിക്കുന്നതിലൊക്കെ അത്രയും ബെനിഫിഷ്യൽ ആയിട്ടുള്ള എല്ലാം നമുക്ക് കിട്ടണമെന്നുണ്ടെന്ന് ഉറപ്പിക്കാൻ പറ്റുമോ? മേ നോട്ട് ബി. അങ്ങനെ സാധ്യതയൊന്നുമില്ല. എന്നാലും പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ എന്താണ്? ഫാം ടു ടേബിൾ, നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന സാധനം ഏതോ ഒരു ഫാമിൽ എപ്പോഴോ ഉണ്ടാക്കിയ ഒരു സാധനമാണ്. അത് നമ്മുടെ തീൻമേശയിൽ എത്തുമ്പോഴേക്ക് എപ്പോഴോ എത്രയോ ലേറ്റായി.
ഈ ലേറ്റ് ആവുന്ന സമയത്ത് അതിനകത്ത് നടക്കുന്ന പല ന്യൂട്രിയൻ ഡിപ്ലീഷനും ഉണ്ട്. അതുപോലെ തന്നെ അതുപോലെ തന്നെ സോയിൽ ഡിപ്ലീഷൻ എന്ന് പറയുന്ന ഒരു കാര്യം. സോയിൽ ഡിപ്ലീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരത്തിനകത്ത് നമ്മുടെ ഭൂമിയിലത്തെ ന്യൂട്രീഷന്റെ ഡിപ്ലീഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഡിപ്ലീഷനെ നമുക്കൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അതിപ്പോൾ നല്ല രീതിയിലുള്ള അല്ലെങ്കിൽ നൈട്രജൻ അടങ്ങിയ പല കെമിക്കൽസും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ജൈവ വളങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സ്റ്റിൽ ഇറ്റ് മേ ഗിവ് എ ഗ്യാപ്പ്. പെസ്റ്റിസൈഡ്സ് വളരെ കൂടുതലാണ് ഉപയോഗിക്കുന്നത്. ഇത് ടോക്സിൻസിന്റെ എഫക്റ്റ് ആണ് ശരീരത്തിൽ കൊടുക്കുന്നത്. അതുപോലെ തന്നെ പലതരത്തിലുള്ള അഡൾട്രേഷൻസ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നോൺ GMO ആയിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ് അല്ലാത്ത സാധനങ്ങളാണ് പലതും നമ്മളിപ്പോ ഉപയോഗിക്കുന്നത്. ഈ ജനറ്റിക്കലി മോഡിഫൈഡ് എന്ന് പറയുമ്പോൾ ശരീരത്തിന് അത് എപ്പോഴും യോജിച്ചതാവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയൊന്നുമില്ല, സാധ്യതയുണ്ട്. എന്നാൽ അത് ഈ ജനറ്റിക് മോഡിഫിക്കേഷൻ എന്തുകൊണ്ടാണ് വന്നത്? നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടല്ല. ഇന്ത്യയിലെ പോപ്പുലേഷൻ കൂടി വരുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ലോകത്ത് തന്നെ അത്രയും കൂടുതൽ ജനങ്ങൾ വന്നപ്പോൾ ഇവരൊക്കെ വേണ്ടിയിട്ട് കൾട്ടിവേഷൻ നടക്കാത്തത് കൊണ്ടാണ് കൂടുതലായിട്ട് ജനറ്റിക് മോഡിഫിക്കേഷൻസ് ഒക്കെ വന്നത്. അല്ലെങ്കിൽ ചെറിയ സ്ഥലത്ത് പെട്ടെന്ന് ഉണ്ടാവുന്ന ആപ്പിളുകൾ അല്ലെങ്കിൽ സപ്പോർട്ടുകൾ ഇങ്ങനെയുള്ള GMO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറ്റിക്കലി മോഡിഫൈഡ് ആണ്. ജനറ്റിക് മോഡിഫിക്കേഷൻ എന്നാണ് അതിന്റെ. ഓക്കെ, അതുപോലെ തന്നെ ക്ലിയർ ആയില്ലേ? ഓക്കെ, അതുപോലെ തന്നെ പ്രിസർവേറ്റീവ്സ് കൂടുതലായിട്ട് യൂസ് വരുന്നുണ്ടെങ്കിൽ അതും നമ്മുടെ ശരീരത്തിന്, ഒരുപക്ഷെ പ്രോസസ്ഡ് ഫുഡിലാണ് ഇതൊക്കെ വളരെ കൂടുന്നുണ്ടാവുക. ഓക്കെ, സോ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിൽ ദ ന്യൂട്രീഷൻ ഗ്യാപ്പ്. നമുക്ക് തോന്നുന്നുണ്ട് നമ്മുടെ മൈക്രോ ന്യൂട്രിയന്റ് ഇൻടേക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ അല്ലെങ്കിൽ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉള്ളതിൽ കുറവായിരുന്നു എന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നെക്സ്റ്റ് ഡേ മോർണിംഗ് എങ്കിലും ഒരു മൾട്ടി വൈറ്റമിൻ മൾട്ടി മിനറൽ ടാബ്ലറ്റ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പ്രോട്ടീൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ എസെൻഷ്യൽ ഫാറ്റിൽ ഒമേഗ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള സപ്ലിമെന്റേഷൻ തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു ന്യൂട്രീഷൻ ഗ്യാപ്പിനെ ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ ഹെൽപ്പ് ചെയ്യുള്ളൂ. അതിന് കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, നാച്ചുറൽ ഓർഗാനിക് ആയിട്ടുള്ള നല്ല സപ്ലിമെന്റ്സ് മാത്രം യൂസ് ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും ശരീരത്തിന് ആവശ്യം. അതിൽ പല ആൾക്കാരും അവരുടെ ജീവിത രീതിയിൽ ഇങ്ങനെ ഒരു പാറ്റേൺ കൊണ്ടുവന്നിട്ട് ഈവൻ ഫുഡ് പാറ്റേൺ, രാവിലത്തെ ഭക്ഷണം തന്നെ വളരെ ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു പാറ്റേണിലേക്കൊക്കെ കൊണ്ടുവരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് പോസിബിൾ. ഞാൻ ജസ്റ്റ് ഈ ഒരു ഫുഡ് പ്ലേറ്റ് കാണിച്ചതിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ, ഇത് നിങ്ങൾക്കും പോസിബിൾ ആണ്. അതിനകത്ത് കളേഴ്സും അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് പാറ്റേണും നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇങ്ങനെയൊരു പ്രോസസ്സിലേക്ക് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിനെ സംബന്ധിച്ച് ആൻഡ് നമ്മുടെ ഫാമിലിയെ സംബന്ധിച്ച് നമ്മുടെ നെക്സ്റ്റ് ജനറേഷനെ സംബന്ധിച്ച് ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ബട്ട് ആർക്കാണ് അതിന്റെ കീ അല്ലെങ്കിൽ അതിന്റെ കൺട്രോൾ ആരുടെ കയ്യിലുള്ളത്? നമ്മളൊരാളാണ്. അവിടുന്നാണ് ഈ ഒരു അവയർനെസിന്റെ മെയിൻ പർപ്പസ് തന്നെ അതാണ്. നമ്മളാണ് ഇതിന്റെ ഉത്തരവാദി, അല്ലെങ്കിൽ നമുക്കാണ് ഈ ഒരു കുതിരയുടെ കടിഞ്ഞാൺ നമ്മുടെ കയ്യിലാണ് ഉള്ളത് എന്ന് ബോധ്യപ്പെടുകയും അതിനനുസരിച്ച് നമ്മൾ തന്നെ ഇതിനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോവുകയും വേണം. ഓക്കെ, താങ്ക് യു ആൻഡ് ബാക്ക് ടു ഫസ്റ്റ്. താങ്ക് യു സർ. തീർച്ചയായിട്ടും ഭക്ഷണം എപ്പോൾ കഴിക്കണം എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യം തന്നെയാണ്. അത് കഴിക്കുന്ന ഏറ്റവും ഒപ്റ്റിമൽ ആയിരിക്കണം, ഏറ്റവും ഗുണകരമാകണം, ശരീരത്തിന് അക്സെപ്റ്റബിൾ ആയിരിക്കണം. അതിന്റെ സമയം ക്രമങ്ങൾ ഒക്കെ വളരെ കൃത്യമായിട്ട് ഇവിടെ സയന്റിഫിക് ആയിട്ടുള്ള പാത്വേയിലൂടെ സാർ അത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. തീർച്ചയായിട്ടും ഗുണകരമാണ്. ഇപ്പൊ നമ്മൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയങ്ങളിലൊക്കെ അത് ഏത് രീതിയിലായിരിക്കണം എന്നൊക്കെ, അതുകൊണ്ട് ശരീരത്തിനുണ്ടാകുന്ന ചേഞ്ചസ് എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി സാർ എക്സ്പ്ലെയിൻ ചെയ്തു. രാജു സാർ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, അതിനുശേഷം കമന്റ്സിലേക്ക്. ഞാൻ ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ് 10 മണിയാകുമ്പോഴാണ് കഴിക്കുന്നത്. കാരണം രാവിലെ
സെഷനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നടക്കാൻ പോകും. വന്നിട്ട് വരുമ്പോഴത്തേക്ക് 9:30 10 മണിയാകുമ്പോൾ കഴിക്കും. കുഴപ്പമുണ്ടോ? 10 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് 10 മണിക്ക് കഴിക്കുന്നത് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. പിന്നെ പക്ഷേ ഈ GMO ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് രാവിലത്തെ ഭക്ഷണം മാത്രമല്ല, ഈവൻ അതിനു മുമ്പേ 2 or 3 ചായ കുടിക്കുന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. സാർ ചായ അത് കുടിക്കാൻ വൈകുന്നേരം 8 മണിക്ക് കഴിക്കും. വൈകുന്നേരം ചായ 8 മണിക്ക് കുടി- കഴിക്കുന്നത് എന്നുള്ളത് പ്രശ്നമല്ലേ? വൈകുന്നേരം 8 മണിക്ക് കഴിക്കും. 8 മണി തൊട്ട് രാവിലെ 10 മണി വരെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് മാതിരിയാവും. 10 മണിക്ക് പല ആൾക്കാരും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റ് ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അതിനിടയിൽ 2 or 3 ചായ കുടിക്കുന്ന ഒരു ശീലത്തിലേക്ക് വരാറുണ്ട്. ഇല്ല, ചായ കുടിക്കാറേ അതാണെങ്കിൽ ഇല്ല. ഓക്കെ, വെള്ളം അത് മാത്രമേ നല്ലതാണ്. വെള്ളം മാത്രമേ ഉള്ളൂ. ആ. പിന്നെ സാറേ GMO ജനറ്റിക്കലി മോഡിഫൈഡ് ആണ് നിങ്ങൾ തിരിച്ചറിയുന്നത് എങ്ങനെയാ? മോഡിഫൈഡ് ആണോ അല്ലയോ? നമ്മുടെ മോഡിഫൈഡ് ആണ്. നമ്മുടെ വീട്ടില് ഉണ്ടാക്കുന്നതാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈവൻ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സെഷൻ ഉണ്ടായിരുന്നു, വെജിറ്റേറിയനോ നോൺ വെജിറ്റേറിയനോ എന്ന് പറഞ്ഞിട്ട്. അന്നത്തെ സെഷനിൽ ഞാൻ ചിക്കനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ചിക്കനില് ഹൈ പ്രൊഡക്ടിവിറ്റി ഉള്ള കോഴികളുടെ ജീൻ എടുത്തിട്ടാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൽ നിന്ന് തന്നെയുള്ള പ്രജനനത്തിൽ നിന്നാണ് കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കുന്നത്. ഈ ജനറ്റിക് മോഡിഫിക്കേഷൻ 1 or 2 വർഷം കൊണ്ട് പോലും ഉണ്ടാവുന്നതല്ല, 10 or 40 വർഷം കൊണ്ടാണ് അത്തരം മോഡിഫിക്കേഷൻസ് വരുന്നത്. സസ്യങ്ങളിലെ വിത്തുകൾ എടുത്തിട്ട് ഡയറക്ട്ലി ഒറ്റ വർഷം കൊണ്ട് ഇന്നത്തെ പ്രൊഡക്ടിവിറ്റി കൂടിയ പാറ്റേണിലേക്ക് കൊണ്ടുവരല്ല ചെയ്യുന്നത്. ഇറ്റ്സ് എ സ്ലോ പ്രോസസ്. അപ്പൊ നമുക്ക് ഈ മോഡിഫിക്കേഷൻ ഒന്നും ഇല്ലാത്ത വിത്തുകളാണ് കിട്ടിയത് എന്ന് 100% ഗ്യാരണ്ടി ഒന്നും ഉറപ്പിക്കാൻ പറ്റില്ല. പക്ഷെ മേജർലി മീൻസ് ഫൈനാൻഷ്യലി ബെനിഫിറ്റിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ പുറത്ത് വിൽക്കാൻ വേണ്ടി മാത്രം നടുന്ന ആൾക്കാരാകുമ്പോൾ അവർക്ക് പൊതുവെ അത്രയൊന്നും കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അതേസമയത്ത് നമ്മുടെ സ്ഥലത്ത് തന്നെ വിത്ത് ഉണ്ടെങ്കിൽ, നമ്മുടെ തന്നെ വേണ്ടെന്നുള്ള വിത്താണെങ്കിൽ അതിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? തീർച്ചയായിട്ടും ഭക്ഷണം എന്ന് കേൾക്കുമ്പോൾ എപ്പോഴും സംശയത്തിന്റെ ഒരു സാധ്യത അതിന്റെ പുറകിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അപ്പൊ നമ്മള് ഡെയിലി അനുവർത്തിക്കുന്നതായ രീതികൾക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഉണ്ടോ? അത് പ്രയോജനകരമാണോ? കൂടുതൽ തീർച്ചയായിട്ടും നമ്മളൊരു ഒപ്റ്റിമൽ ഹെൽത്തിലേക്കാണ് കടന്നു പോകുന്നത്. വളരെ കുറച്ച് ഭക്ഷണം ഏറ്റവും ഗുണകരമായ രീതിയിൽ, അല്ലെ, പ്രോട്ടീൻ ഫിൽഡ് ആയിട്ട് കഴിച്ചു കഴിയുമ്പോൾ തന്നെ ശരീരത്തിന് അത് മെറ്റബോളിക് ഇഫക്റ്റ് വളരെ കൂടുതലായിരിക്കുമെന്ന് സാർ പറഞ്ഞു. എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കൂ. സാറേ, നേരത്തെ ചോദിച്ചോളാൻ തോന്നി. നമ്മൾ ഈ നാരങ്ങ നീര് അല്ലെ നെല്ലിക്ക നീര് വെള്ളം ഒഴിക്കാതെ നമ്മൾ കഴിച്ചത് കൊണ്ട് ദോഷമുണ്ടോ സാറേ? അതിന്റെ ക്വാണ്ടിറ്റിയില് അതിന്റെ വെള്ളം മിക്സ് ചെയ്യണം എന്നുള്ള നിർബന്ധം ഉണ്ടോന്ന്? എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ കഴിക്കുന്നത്? എന്തിനു വേണ്ടിട്ട് കഴിക്കും ചോദിച്ചു കഴിഞ്ഞാല് അതൊരു എനർജി ഗിവിംഗ് ആയിട്ട് തോന്നാറുണ്ട് മോർണിംഗില് വെറും വയറ്റില്. ഷായി സർ, ഇന്നത്തെ സെഷനിലത്തെ ഇന്നലെ കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ സെഷനില് വാട്ട് യു ഈറ്റ്, വെൻ യു ഈറ്റ് ആൻഡ് ഹൗ യു ഈറ്റ് ആണ്. ആക്ച്വലി ഇത് മൂന്നും അല്ലാതെ പ്രധാനപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, വൈ യു ഈറ്റ്. എന്തുകൊണ്ടാണ് നിങ്ങൾ അത് കഴിക്കുന്നത് എന്നുള്ളത്. ആക്ച്വലി ഈ എന്തുകൊണ്ട് എന്നുള്ളതിന്റെ ഉത്തരം കിട്ടിയിട്ടാണ് നിങ്ങൾ കറക്റ്റായിട്ട് കഴിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം ഉണ്ടാവില്ല. നിങ്ങൾ കഴിക്കുന്നത് ഒരു മരുന്നായിട്ടാണോ അല്ലെങ്കിൽ നോർമലി ഒരു ലൈം ജ്യൂസ് എന്നുള്ള രീതിയിലാണോ? പലപ്പോഴും അതിന്റെ ക്വാണ്ടിറ്റിയിൽ റെസ്ട്രിക്ഷൻ വരുത്തേണ്ടി വരും. ഹൗ മച്ച് യു ഈറ്റ്, എത്രമാത്രം നിങ്ങൾ കഴിക്കുന്നുണ്ട് എന്നുള്ളത് ഒരുപക്ഷെ നിങ്ങൾ അവിടെ റെസ്ട്രിക്ട് ചെയ്യേണ്ടി വരും. റെഗുലർ ആയിട്ട് വെറും നാരങ്ങ നീര് അങ്ങനെ കഴിക്കുന്നത് ഒരുപാട് ഗുണം ചെയ്യില്ല എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത്. എനിക്ക് എൻ്റെ ഒരു ഓർമ്മ എങ്ങനെയാണ്, അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം അതൊരു മരുന്ന് പോലെ ഉപയോഗിക്കേണ്ട ഒരു സാധനമല്ല, പ്യുവർലി അസിഡിക് ആയിട്ടുള്ളൊരു സാധനമല്ലേ നാരങ്ങ നീര്. നമ്മൾ ലിറ്റ്മസ് പേപ്പർ ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളോട് പറയാറില്ലേ? അപ്പൊ ആ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ അസിഡിക് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ കൂടുതൽ, ഈവൻ ആൽക്കഹോളിക് ആയിട്ടുള്ള സാധനങ്ങളായാലും സ്ഥിരമായിട്ട് കൂടുതൽ കഴിക്കുന്നത് ദോഷമാണ്. വെള്ളത്തിനെ പറ്റിയിട്ടുള്ള സെഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാർബണേറ്റഡ് ഡ്രിങ്ക്സും അതുപോലെ തന്നെ ആൽക്കലൈൻ വാട്ടറും. അത് പൊതുവെ നമ്മുടെ ശരീരത്തിന്
മാച്ച് ആവുന്ന ഒരു അസിഡിക് pH ലെവൽ എന്ന് പറയുന്നത് 5.5 മുതൽ മേ ബി 9 വരെയാണ്. അപ്പൊ ഇപ്പോ നാരങ്ങ നീര് മാത്രം എടുക്കുമ്പോൾ ആ ഒരു ലെവലിലൊന്നും നിൽക്കില്ല, അതിനേക്കാൾ കുറഞ്ഞു വരും. അപ്പൊ സ്ഥിരമായിട്ട് നമ്മൾ അത് ഉപയോഗിക്കുമ്പോൾ മരുന്ന് പോലെയാണെങ്കിൽ കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ, പക്ഷെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് അത് ദോഷം ചെയ്യും. ഓക്കെ സാർ, താങ്ക് യു. അധികമായാൽ അമൃതം വിഷം അല്ലേ? ഷെർലി മാം പറഞ്ഞോളൂ. ഷെർലി മാം പോയോ? ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. സാറേ നമസ്കാരം. പറയും. സാറേ നല്ല സാറിന്റെ ക്ലാസ് എപ്പോഴും ഒരേ ലെവലിൽ പോകുന്ന, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമില്ല, ടിവിയിലെല്ലാം കാണുന്ന പോലെ. സോറി, നല്ല രീതിയിലുള്ള ക്ലാസ് ആണ് സാറിന്റെ, അറിയാതിരിക്കാൻ വയ്യ. അത് നമുക്കെല്ലാം മനസ്സിലാവുന്ന രീതിയിൽ ഇങ്ങനെ അതിലിങ്ങനെ കടുകട്ടിയൊന്നുമില്ല. നിങ്ങളൊരു ശ്രദ്ധിച്ച് നോക്കിയാൽ കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പോ ഇതില് സാറ് പറഞ്ഞ പോലെ തന്നെ ഞാൻ സാറിനോട് യോജിക്കുകയാണ്. നമ്മൾ പഠിക്കുമ്പോൾ തന്നെ പഠിക്കുന്നത്. ഞാൻ 7 മണിക്ക് ഉള്ളില് പിന്നെ രാവിലെ ഭക്ഷണം കഴിക്കണം, അതുപോലെ 7 മണിന്റെ അകത്ത് രാത്രിയും കഴിക്കണം. ഈ രാവിലെ പക്ഷികൾ ഉണരുമ്പോ ഉണരണം, പക്ഷി കൂടണയുമ്പോ നമ്മൾ കൂടണം എന്നാ പറയേണ്ടത്. അപ്പം അതുപോലെ തന്നെ സാറേ ഈ ഫൈബർ അടങ്ങുന്ന ഭക്ഷണം കഴിക്കണം എന്ന് തന്നെ പറയുന്നത്. അപ്പം അങ്ങനെ കഴിക്കുമ്പം ചെറിയൊരു പ്രയാസം ഉണ്ടാവും. കാരണം എല്ലാവർക്കും ഇതുപോലെ ഡയറ്റ് ഇങ്ങനെ ഇതാക്കി കൊണ്ടുവരാൻ കുറച്ച് പ്രയാസമുണ്ട് ആദ്യം. പക്ഷെ അതിലിപ്പം ഈ സാധാരണ പറയാനുള്ളത്, ഇപ്പോഴത്തെ കുട്ടികളുടെ ഈ ഡയറ്റ് ഇങ്ങനെ അതിങ്ങനെ രക്ഷിതാക്കൾ തന്നെ ഉണ്ടാക്കി തീർത്ത ഒരു വിനയാണ് സാറേ. കാരണം വൈകുന്നേരം ആകുമ്പം ഓഫീസിൽ നിന്ന് വന്നിട്ട് കുട്ടികളെ പുറത്ത് കൊണ്ടുപോകുക, ഭക്ഷണം കഴിപ്പിക്കുക, ആ ഒരു ശീലം ഇപ്പം ഏകദേശം എല്ലാ വീടുകളിലും ഉണ്ട്. അങ്ങനെയാകുമ്പം ഇത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഒരുപാട് ഇങ്ങനെ മാംസം എല്ലാം കഴിച്ചിട്ട് നമ്മള് ഒരു ഗ്ലാസ് മറ്റേത് കക്കിരിക്ക ജ്യൂസ് കഴിച്ചാലേ അത് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കലുണ്ട് പേഷ്യൻസ് എല്ലാം വന്നാല്. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ സാറ് പറഞ്ഞു ഇപ്പം അതുപോലെ തോരൻ വെക്കാനൊന്നും ഇല്ല എന്ന് പറയലുണ്ട്. എന്താ സാറേ? ഒരു മിനിറ്റ്, രാത്രിയിൽ നമ്മൾ കഴിക്കുന്ന ഈ എന്താ ചിക്കനോ അല്ലെങ്കിൽ അത്രയും അഡീഷണൽ ആയിട്ട് നമ്മൾ കഴിക്കുന്ന കലോറിയുടെ മൊത്തം ഒഴിവാക്കാൻ വേണ്ടിട്ട് ഈ ഒരു ഗ്ലാസ് ജ്യൂസിനൊന്നും ഇല്ല, ഞാൻ കഴിക്കാറില്ല സാറേ. ഞാൻ മീനെ കഴിക്കാറില്ല, മാംസം കഴിക്കാറില്ല, പിന്നെ ഹസ്ബൻഡും കഴിക്കാറില്ല. പിന്നെ അതുപോലെ സാറേ ചിലവര് പാഷനായിട്ട് പറയും ഇവിടെ തോരൻ വെക്കാനൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ മുരിങ്ങയില, പയറില, പിന്നെ മത്തനില, ചൊറിയണം, പിന്നെ അതുപോലെ ചായ, മനസ, തഴുതാമ എല്ലാം തോരൻ വെക്കാം. പക്ഷെ അത് നമ്മളെ വളപ്പിൽ തന്നെ ഉണ്ടാവും, മുറ്റത്ത് തന്നെ ഉണ്ടാവും. അതിങ്ങനെ എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് തോരൻ വെക്കാൻ എല്ലാവർക്കും മടി. അതിലാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. ഓരോന്നും എടുത്ത് നോക്കിയാൽ അതിൽ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അപ്പം സാറിന്റെ ക്ലാസ് വളരെ നല്ലതാണ്. കാരണം ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മളെ ആരോഗ്യത്തിന് നല്ല ഗുണം ചെയ്യുന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോ കുറച്ച് കാലമായിട്ട് ഈ മൾട്ടി വൈറ്റമിൻ മോള് കൊണ്ടുവരുന്നുണ്ട്, അതും പിന്നെ omega-3 കഴിക്കുന്നുണ്ട് സാറേ. അതിപ്പം തുടരുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോന്ന് സാർ എന്നോട് പറഞ്ഞു തരണം പ്ലീസ്. അതിന്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും. തുടരണോ വേണ്ടയോ എന്നുള്ളത് അതിന്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും. പിന്നെ ഫുഡ് സപ്ലിമെന്റ് ആണ് കഴിക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിന്റെ കൂടെ തന്നെ കഴിക്കുക. അത് വേറെ ഭക്ഷണം കഴിക്കുന്നതിന് ഫുഡ് റീപ്ലേസ്മെന്റ്സ് അല്ലാതെ. എന്നാലും നോക്കാം. അത് കഴിക്കുന്നുണ്ടെങ്കിലും അഗൈൻ ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചതുപോലെ രാവിലത്തെ സമയമാണ് ഏറ്റവും യൂസ്ഫുൾ ആവുക. ഞാൻ രാത്രിയിലാ കഴിക്കാൻ, ഇപ്പൊ സമയം മാറ്റിയിട്ട് കഴിച്ചോളാം. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഒരു മാം ചോദിക്കുന്നുണ്ട്, LG അൺമ്യൂട്ട് ചെയ്യും, കേൾക്കാതെ. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടോ? ഫോൺ അൺമ്യൂട്ട് ചെയ്യാവോ? അങ്ങനെ ചോദ്യങ്ങളുണ്ടോ? മ്യൂട്ട് ആവുന്നില്ല. ഓക്കെ, വേറെ ആർക്കെങ്കിലും? ജോർജ് സാർ. സാർ എന്തായാലും സനിൽ സാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ അനുകരിക്കേണ്ടതാണ്, സ്ട്രിക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. പക്ഷെ നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ എത്രത്തോളം ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അറിവൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിത തിരക്ക് കൊണ്ട് പലപ്പോഴും അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട്. അങ്ങനെ ഓർക്കുമ്പോഴത്തേക്കും ഒരു ബുദ്ധിമുട്ടുണ്ട്. താങ്ക് യു സാർ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ക്ലാസ്സുകൾക്ക് കൂടുതൽ പ്രാധാന്യമുള്ളത് അല്ലേ?
അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു മോർണിംഗ് ന്യൂട്രീഷൻ പ്രോഗ്രാം ഒക്കെ നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ ഗ്രൂപ്പിൽ വരുന്നുണ്ടാവും. ഓക്കെ. ഓക്കെ സാർ. വേറെ ആർക്കെങ്കിലും ജോർജ് സാർ ഉണ്ടോ? ഉഷാകുമാരി, അബ്ദുൾ റഹീം സാർ. ഓക്കെ. സോ സനൽ സാർ, താങ്ക് യു വെരി മച്ച് വൺസ് അഗെയിൻ. അടുത്ത വിഷയം വൈ എന്നായിരിക്കും അല്ലേ? വൈ എന്നുള്ള ഒരു വിഷയവുമായിട്ട് മുന്നോട്ട് പോകാം. നാളെ മുതൽ പുതിയൊരു കോഴ്സിന് ജോയിൻ ചെയ്യാണ്. അപ്പൊ അത് നോക്കട്ടെ, സമയം പോലെ ഇരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടാണോ? ഫങ്ഷണൽ മെഡിസിൻ. ഓൾ ദി ബെസ്റ്റ് സർ. ഭക്ഷണ മെഡിസിൻ. അപ്പൊ താങ്ക് യു വെരി മച്ച് വൺസ് അഗെയിൻ. താങ്ക് യു സർ. താങ്ക് യു. സീ യു. താങ്ക് യു സർ. ഗുഡ് നൈറ്റ്. നാളെ നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു ക്ലാസ് ആണ്. ലോ ഓഫ് അട്രാക്ഷൻ ആൻഡ് ബേസിക് ഒരു ക്ലാസ്.